ഹായ് എങ്ങനെമാരെ മല്ലു ഫിഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കരിമീൻ പിടിക്കേണ്ടതിൻ്റെ സകല നേക്കും കാര്യങ്ങളും നമ്മളിന്ന് ഈ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഹുക്കും ടങ്കീസ് ഇതിൻ്റെ തീറ്റയും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെറിയൊരു വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നോക്കാം നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതേമാതിരി നമ്മൾ തീറ്റയിട്ട് എടുക്കുന്നത് വെറും മൈദ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹുക്ക് നമ്മൾ 23 സൈസിൻ്റെ ഹുക്കാട്ടോ. പിന്നെ ടങ്കീസ് നമ്മളൊരു 30 mm സൈസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ 25 സൈസിൻ്റെ ഇട്ടിരുന്നത്. പക്ഷേ അത് വലിയ മീനെ കടിക്കുന്ന സമയത്ത് പൊട്ടിച്ചിട്ട് പോകണം. മൈദ നമ്മൾ ഈ ലൂസിലാണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ മാലാനും കരിമീനും എടുക്കാൻ കണ്ടി എല്ലാ മീനും എടുക്കാൻ കണ്ടീഷനിലുള്ള ലൂസിലെടുത്തിട്ടുള്ളത്. എടാ പിന്നെ നമ്മൾ പൊങ്ങ് കെട്ടുമ്പോഴേ പൊങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെർമോക്കോളൊരു പീസ് വെക്കൂലേ, അത് അത്യാവശ്യം നല്ല നീളത്തിൽ വേണം കേട്ടോ കെട്ടാൻ. എന്ന് വെച്ചാൽ ഹുക്ക് താഴത്തെ എത്താൻ കണ്ടീഷനിൽ ആയിരിക്കണം, എന്നാലേ കരിമീൻ വലുത് എടുക്കുകയുള്ളൂ. വെള്ളത്തിലിങ്ങനെ തങ്ങിക്കുന്ന സമയത്ത് കരിമീൻ ഇതൊന്നും എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്തോ കൊത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ അടിപൊളി അടിപൊളി നല്ല അടിപൊളി ഒരു കിടിലൻ സാധനം കയറിയിരിക്കുന്നു കേട്ടോ. നല്ല സൂപ്പർ കരിമീൻ. ഇതിന് കിട്ടാനേ ഭയങ്കര ഇടങ്ങേറാണ്. കാരണം വെച്ചാൽ കുറേ കൊമ്പും ചുള്ളിയും കൊണ്ട് ഇതിന് അടിയിൽ കൂടെ വലിച്ചെടുക്കണം. കിട്ടുന്നവരെ കൂടുതൽ ഇത് മിസ്സാകാനാണ് ചാൻസ് കൂടുതൽ. ഇതേതായാലും കയറിയിരിക്കണം. ഇങ്ങനത്തെ സ്ഥലത്തെ കൂടുതൽ കരിമീൻ ഉണ്ടാവുള്ളൂ. ഈ പായലുണ്ടായത് കൊണ്ട് പായൽ നിന്നാൽ വേണ്ടിയിട്ട് ചുറ്റിപ്പറ്റി കുറേ കരിമീൻ ഉണ്ടാവും. കരിമീൻ മാലാന അങ്ങനത്തെ മീനുകളൊക്കെ നല്ല അടിപൊളി മീനല്ലേ. ഈ സാധനത്തിന് ഒരു വട്ടം ഫ്രൈ അടിച്ച് തിന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അതിനെ തെരഞ്ഞ് നടക്കും. അമ്മാതിരി ഐറ്റാണ്. നല്ല കിട്ടില്ല ടേസ്റ്റാണ് കരിമീൻ. ഇങ്ങനെ നമ്മൾ മൈദൻ്റെ പവർ എങ്ങനെയുണ്ട്. ഇതേപോലെ നമ്മൾ തീറ്റ നമ്മൾ ഹുക്കുമ്പോൾ സെറ്റാക്കേണ്ടത്. അതായത് ഫുള്ളായിട്ട് മൂടുന്ന രീതിയിൽ ഒന്നാണ് തിരിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. നേരെ ഇട്ട് കൊടുക്കുക. നല്ല മാലാൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. എന്തോ ഒന്ന് നല്ല കൊത്തുന്നുണ്ട്. കരിമീനല്ല, കരിമീനെന്നുണ്ടെങ്കിൽ എടുത്ത് പായേണ്ട സമയം കഴിഞ്ഞ്. മാലാനാന്ന് തോന്നുന്നുണ്ട്. അടിപൊളി അടിപൊളി മാലാൻ തന്നെ. അയ്യോ നല്ല അടിപൊളി മാലാന്. വലിയ സൈസൊന്നുമല്ല, എന്നാലും തിരക്കില്ലാത്ത ഒരു സൈസ്. ഇതാണ് ഈ ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ ഗുണം. മാലാന് അങ്ങനെ ഇങ്ങനത്തെ സകല മീനും ഇത്ര ലൂസായി കഴിഞ്ഞാൽ തീറ്റ എടുക്കും. മറ്റേത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ കരിമീൻ മാത്രം ഒന്ന് തീറ്റ എടുക്കുകയുള്ളൂ. ഇങ്ങനത്തെ മീനൊന്നും തൊടൂല. കുറച്ച് ലൂസായി കഴിഞ്ഞാൽ ഗുണതാണ്. എല്ലാ മീനും ഒന്ന് എടുത്തോളും. മച്ചന്മാരെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും. ഒരു ലൈക്ക് അടിക്കണേ. ഇങ്ങനത്തെ മീനെ പിടിക്കാൻ വെറും മൈദ മാത്രം മതി. എന്തോ കൊത്തുന്നുണ്ട് കേട്ടോ. അയ്യോ കരിമീൻ തന്നെ നേരത്തെ കിട്ടിയ അതേ സൈസിൽ വന്ന് ഇതുണ്ടങ്ങൾ. അടിപൊളി. വേറെ ഒന്നുകൂടി ചെറുതാണ്, എന്നാലും തിരക്കില്ലാത്തതെന്നാണ്. മൈദ മാത്രം മതി, വേറൊരു സാധനത്തിൻ്റെ ആവശ്യമല്ല. ഇതൊക്കെ ഞാനൊക്കെ ഒരു 1/2 കിലോ മൈദ വാങ്ങി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ചിലപ്പോൾ ഓടും. അത്ര മതി. കുറച്ച് എടുത്ത് ഇതാക്കിയാൽ മതി. ആണോ നല്ല അടിപൊളി കരിമീൻ. എന്താ പോയി വല്ലാത്ത ജാതി. എന്നിട്ട് വടച്ചങ്ങായി അപ്പോൾ നമുക്കാണ് കീസിലാക്കാം മച്ചന്മാരെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യാൻ നേരമായി, കാരണം വെച്ചാൽ നമുക്ക് പോകാനുള്ള സമയം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പാക്കുമ്പോഴേക്കും വണക്കം.